സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിന്റെ ഒഴിഞ്ഞ കോണിലുള്ള മൂത്രപ്പുരയിൽ കയറിയിരുന്ന് സിഗരറ്റ് വലിച്ചു. ഈ പ്രിൻസിപ്പൽ ഇങ്ങനെ നോക്കുമ്പോ ഈ ഓയിൽ മോട്ടറിൽ നിന്ന് പുക വരുന്ന പോലെയാ ബാത്റൂമിന്റെ അകത്തുനിന്ന് പുക വരുന്നത്. എന്നാ നോക്കണല്ലോ എന്നോർത്ത് ടീച്ചർ അങ്ങോട്ട് ചെന്നപ്പോ ഒരു വിദ്വാൻ തലയിട്ടേച്ച് പറഞ്ഞു, ടീച്ചറെ ഇങ്ങ് വരല്ലേ എന്ന് പറഞ്ഞു. ടീച്ചർ വീണ്ടും വരിക. എന്റെ പൊന്ന് ടീച്ചർ ഇങ്ങോട്ട് വരല്ലെന്നല്ലേ പറഞ്ഞേ, ഞാനും പ്രായപൂർത്തിയായത് ടീച്ചർക്കും പ്രായപൂർത്തിയായി, നാട്ടുകാർ വല്ലതൊക്കെ പറഞ്ഞുണ്ടാവും കൂട്ടെന്ന് പറഞ്ഞു. ടീച്ചർ ആരും ഒന്നും നിന്നു. ചേട്ടാ എന്നാ അതറിഞ്ഞിട്ട് എന്താ കാര്യം? ടീച്ചർ വീണ്ടും നിന്നു. എന്റെ പൊന്ന് ടീച്ചർ വരലെന്നല്ലേ പറഞ്ഞു, ഞങ്ങൾ 4 പേരുണ്ട് കേട്ടോ. ബോംബെയിലുണ്ടായ സംഭവമൊക്കെ ടീച്ചർക്ക് അറിയാൻ പാടില്ല. ടീച്ചർ കരഞ്ഞു പോയി, ടീച്ചർ തിരിച്ചു പോയി. അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും ഇവരെന്ത് ചെയ്യും? അത് വട്ടം ചാടാനുള്ള കുറുക്കു വഴികൾ എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കും. അതാണ് കുഴപ്പം. അത് തന്നെയാണല്ലോ നിയമത്തിൽ പറയുന്നതും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ആവിഷ്കരിക്കുമ്പോ അത് തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് നിയമങ്ങൾ പരിരക്ഷയ്ക്കായി കടന്നു വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇത്രയും സെഷൻ കൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം എടുത്തു, IT എടുത്തു, ഭ്രൂണ പരിശോധന നിയന്ത്രണ നിയമം എടുത്തു, പിന്നെ ഏതാ എടുത്തത്? വിവാഹ നിയമങ്ങൾ എടുത്തു. ഞാൻ ഉദ്ദേശിച്ച് ഇത് കറക്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഭാഗത്തേക്കൊന്നും എത്താൻ പറ്റൂല എന്നെനിക്ക് ഉറപ്പായി. ഇനി 1 മണിക്കൂർ കൂടിയുണ്ട്. ഏതായാലും വിവാഹ നിയമങ്ങളൊക്കെ പറഞ്ഞു തന്ന് വിവാഹം കഴിപ്പിച്ചു. എന്റെ പൊന്നു സാറേ, വിവാഹമൊക്കെ കഴിച്ചൊരു കുടുംബജീവിതം തുടങ്ങിയാല് ചട്ടിയും കലവുമാകുമ്പോ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, ഇല്ലേ? അപ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ സാറിന് എന്ത് ചെയ്യണം? ഇന്ന് കുടുംബ ബന്ധങ്ങൾ അസ്വസ്ഥമാണ്, കുടുംബ ബന്ധങ്ങൾ ഒന്നും സുരക്ഷിതമല്ല, പെൺകുട്ടികൾ സുരക്ഷിതരല്ല, സ്ത്രീകൾ സുരക്ഷിതരല്ല. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ അധികമായി കഴിഞ്ഞപ്പോ, കുടുംബങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മുടെ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു. ഇതിനൊരു പരിഹാരം കാണണമല്ലോ. പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പുതിയ നിയമമാണ് 2007 ആണെന്ന് തോന്നുന്ന ഇയർ ശരിക്കും ഓർക്കണില്ല. ഗാർഹിക പീഡന നിരോധന നിയമം. ഗാർഹിക പീഡന നിരോധന നിയമം. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് മാത്രമേ ഈ നിയമത്തിൻ്റെതായ പ്രൊട്ടക്ഷൻ കിട്ടൂ, നമുക്കില്ല കേട്ടോ, നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് നിയമമെന്ന് നോക്കണം. നാളെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോ ഈ നിയമം കയറി നമ്മ പിടിച്ചാല് പിടികൊടുക്കാതിരിക്കാൻ മുൻകൂറായിട്ട് ഞാനും നിങ്ങളും എന്തു ചെയ്യണം? അതിന് ഈ നിയമം എന്താണ് എന്ന് നോക്കണം. ഈ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ ഒരു കുടുംബത്തിലെ സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, കുടുംബത്തിലുണ്ടാകുന്ന അതിക്രമങ്ങളിൽ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം, അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണ നിയമം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് ചുരുക്കത്തിൽ പറയും. ഈ ആക്ട് പ്രകാരം, ഈ നിയമപ്രകാരം സ്ത്രീക്ക് 4 തരത്തിലുള്ള സംരക്ഷണമാണ് കൊടുക്കുന്നത്. 1, ശാരീരിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണം. 2, മാനസിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണം. 3, സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം. 5, ലൈംഗിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണം. ഒരു കുടുംബത്തില് ഇന്ന് കുടുംബങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളായി കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണിത്. 4 രീതിയിലുള്ള സംരക്ഷണമാണ് ഈ നിയമം കൊടുക്കുന്നത്. 1, ശാരീരിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണം. 2, മാനസിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണം. 3, സാമ്പത്തിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണം. 5,
ലൈംഗിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണം. ഇങ്ങനെ 4 രീതിയിലുള്ള സംരക്ഷണം ഒരു സ്ത്രീക്ക് കിട്ടും. എവിടെ നിന്ന് എപ്പോ കിട്ടും, ഏത് രീതിയൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഈ പീഡനത്തിലേക്ക് കടന്നു വരാം. ആദ്യത്തെ ഇത് പീഡനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന വേറെ വേണ്ട. പീഡനത്തിന് ഒത്തിരി വകഭേദങ്ങളുണ്ട്. നമ്മുടെ പേപ്പറുകാർ എല്ലാം കൂടി പറഞ്ഞ് പീഡനം എന്ന് കേട്ട ഇപ്പൊ എല്ലാവർക്കും പേടിയാണ്. അപ്പോ ആദ്യമായി ശാരീരിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണം. ഒരിക്കല് 2012 ആരംഭത്തില് വന്ദന എന്ന പേരുള്ള ഒരു ചേച്ചി ഓഫീസിൽ വന്നു. പേര് വന്ദന. ഇവിടെ ആരും ഇല്ലല്ലോ വന്ദന അല്ലേ? പൊന്നു മക്കളെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ. അപ്പോ വന്ദന ചേച്ചി വന്നു കഴിഞ്ഞ് വന്ദന ചേച്ചി ആദ്യം ചോദിച്ചത്, എനിക്ക് ഡൈവോഴ്സ് വേണം, എനിക്ക് ഡൈവോഴ്സ് വേണം. ആദ്യമായി ഡൈവോഴ്സ് തരണം. ഡൈവോഴ്സ് ചുമ്മാ ഓടിച്ചെന്നാ കിട്ടുമോ മോളെ? അതിന് കാരണം വേണ്ടേ? പറഞ്ഞില്ലേ 8-9 കാരണമുണ്ട്. ഞാൻ ചോദിച്ചു, ചേച്ചി ഡൈവോഴ്സ് ഇപ്പൊ അങ്ങോട്ട് തന്നെ പറയാൻ എനിക്ക് എടുത്തു തരാൻ എന്റെ കൈവശമില്ല, അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് അറിയണം, എന്നിട്ട് വേണം ഡൈവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നീക്കാൻ. അപ്പൊ ചോദിക്കട്ടെ, എന്താ ചേച്ചിയുടെ പ്രശ്നം? ചേച്ചി പറയാൻ തുടങ്ങി, എന്റെ സാറെ കല്യാണം കഴിച്ച് ഒരു 5-6 വർഷത്തേക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന്റെ